എം.എ. ബേബി സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറിയാകും. ഇന്നലെ രാത്രി ചേർന്ന പി.ബി യോഗത്തിൽ എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ ധാരണയായി. പി.ബി യോഗത്തിൽ അശോക് ധാവ്ലെ ഉൾപ്പെടെ 5 പേരാണ് ബേബിയെ എതിർത്തത്. ഇന്നത്തോടെ 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ സമാപനമാകും. വിവരങ്ങളുമായി വി അരുൺ, ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ കൗതുകം EMSന് ഒരു പിൻഗാമി കേരളത്തിൽ നിന്നുണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ അവസാന ദിവസമാവുമ്പോൾ അതിനൊരു സ്ഥിരീകരണമാവുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന്, പാർട്ടി ഏറ്റവും ശക്തമായുള്ള കേരളത്തിൽ നിന്ന് തന്നെ ഒരു നേതാവ് എത്തുന്നു. എങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ PBയിലെ ചർച്ച? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിന് ബാക്കിയുള്ളത്? ശ്രീജ, എം.എ. ബേബി സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇന്നലെ രാത്രി ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗമാണ്, നിലവിലെ പൊളിറ്റ് ബ്യൂറോയുടെ യോഗമാണ് ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്. പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. ബേബി എന്ന ഒറ്റ പേര് മാത്രമാണ് കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ചത്. അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായി. അശോക് ധാവ്ലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അശോക് ധാവ്ലെയും സൂര്യകാന്ത് മിശ്രയെ പോലുള്ള നേതാക്കൾ മറ്റു പേരുകൾ നിർദ്ദേശിച്ചു. അശോക് ധാവ്ലെ പറഞ്ഞത് മുഹമ്മദ് സലീമിന്റെ പേരാണ്. സൂര്യകാന്ത് മിശ്ര കാരാട്ട് തന്നെ തുടരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. ബംഗാൾ ഘടകവും ബേബിയെ കൊണ്ടുവരുന്നതിനോട് എതിർപ്പുയർത്തി. ബംഗാൾ ഘടകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു നോൺ ഫേസ് ആയിരിക്കണം, ദേശീയതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാകണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരേണ്ടത്, അതാകും പാർട്ടി ഗുണം ചെയ്യുക എന്നൊരു അഭിപ്രായമാണ് ബംഗാൾ ഘടകത്തിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലും അവർ ആ നിലപാട് മുന്നോട്ട് വച്ചു. എന്നാൽ കേരള ഘടകം ഒറ്റക്കെട്ടായി എം.എ. ബേബിക്ക് പിന്നിൽ അണിനിരന്നു. അതോടുകൂടിയാണ് ബേബിയുടെ സാധ്യതകൾ വർദ്ധിച്ചത്. ബേബി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ധാരണ പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകുകയും ചെയ്തത്. ഇനി വലിയ അട്ടിമറികൾ ഉണ്ടായില്ല എങ്കിൽ എം.എ. ബേബി തന്നെ സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആകും. EMSന് ശേഷം പൂർണ്ണ മലയാളി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ജനറൽ സെക്രട്ടറി സിപിഎമ്മിന് വരികയാണ്. നേരത്തെ പ്രകാശ് കാരാട്ട്, പാലക്കാട് സ്വദേശിയായ പാലക്കാട്ടുകാരനായ പ്രകാശ് കാരാട്ട് സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഡൽഹി ഘടകത്തിന്റെ അക്കൌണ്ടിലാണ് അദ്ദേഹം സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി വരികയും പിന്നീട് ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എം.എ. ബേബി വരുമ്പോൾ മലയാളികൾക്ക് ആ രീതിയിൽ കൂടി അഭിമാനിക്കാനുള്ള വകയാകുമെന്ന് ഉറപ്പാണ്. വലിയൊരു അട്ടിമറികൾ ഉണ്ടായില്ല എങ്കിൽ എം.എ. ബേബി തന്നെ സിപിഐ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടും. രാവിലെ പൊളിറ്റ് ബ്യൂറോ യോഗം ആദ്യം ചേരും. അതിൽ ഇത് ഒന്നുകൂടി ധാരണ ഉറപ്പിക്കും. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് ഈ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട പാനൽ ഉൾപ്പെടെ തയ്യാറാക്കും. അതിലാകും ഈ ബേബി ജനറൽ സെക്രട്ടറി ഉള്ള നിർദ്ദേശം കൃത്യമായി അവതരിപ്പിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക. അവിടെ പുതിയ PB അംഗങ്ങളുടെ പട്ടികയും ഉണ്ടാകും. 6 പേർ ഒഴിയുമെന്ന് ഉറപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് 75 വയസ്സ് പിന്നിട്ടിട്ടും ജനറൽ സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ അംഗമായി തുടരാനുള്ള അനുമതി നൽകിയത്. രാജ്യത്തെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയുടെ പരമോന്നത സമിതിയിലും ഉണ്ടാകണമെന്ന ഒരു നിലപാട് CPI സ്വീകരിക്കുക. അങ്ങനെയാണ് പിണറായി വിജയന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പ്രായപരിധിയിൽ ഇളവ് നൽകി PBയിൽ തുടരാൻ അനുമതി നൽകിയത്. ഇവിടെയും അതുതന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. ഒരു തീരുമാനമുണ്ടാകുമ്പോൾ എല്ലാവർക്കും വേണമെന്ന അഭിപ്രായമൊക്കെ ബംഗാൾ ഘടകത്തിലുണ്ടെങ്കിൽ പോലും പിണറായിയെ PBയിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഏറിപ്പോയാൽ അദ്ദേഹത്തെ PBയിൽ ക്ഷണിതാവാക്കും. അതിനപ്പുറത്തേക്ക് പിണറായിയെ പൂർണ്ണമായും പൊളിറ്റ് ബ്യൂറോ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിക്കുന്നു CPM, ഇടതുമുന്നണി. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെയാകും കേരളത്തിൽ CPMനെ ഇടതുമുന്നണി നയിക്കാൻ പോകുന്ന. അങ്ങനെയുള്ള നേതാവിനെ PBയിൽ നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തയ്യാറാകില്ല. മറ്റാർക്കും ഇളവ് നൽകരുന്ന അഭിപ്രായവും ശക്തമാണ്. അവിടെ ചില പേരുകൾ ഉയർന്നു കേൾക്കുന്നത് PK ശ്രീമതിക്ക്. PK ശ്രീമതി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. ശ്രീമതിക്ക് ഇളവ് നൽകണം എന്നൊരു അഭിപ്രായം ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ തുടർന്നേക്കും, അല്ലെങ്കിൽ അവരെ ക്ഷണിതാവായെങ്കിലും ഉൾപ്പെടുത്തിയേക്കും. മുഹമ്മദ് യൂസഫ് തരിഗാമി കാശ്മീരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം നിരവധി തവണ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ അടക്കമുണ്ടായ നേതാവാണ്, നല്ല അതിജീവിച്ച നേതാവാണ്. തരിഗാമിയെ കശ്മീരിലെ അല്ലെങ്കിൽ ആ മേഖലയിലെ CPMന്റെ മുഖമാണ് അദ്ദേഹത്തെ നിലനിർത്തണമെന്ന അഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിനും പ്രായപരിധി ഒരു തടസ്സമാണ്. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി നിലനിന്നേക്കാം. മറ്റുള്ള നേതാക്കൾ PBയിൽ നിന്ന് 6 പേർ ഒഴിയും. ബൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, രാമചന്ദ്രൻ തുടങ്ങിയുള്ള 6 നേതാക്കൾ, സുഭാഷിണി അലി തുടങ്ങിയ 6 നേതാക്കൾ PBയിൽ നിന്ന് ഒഴിയും. അവർക്ക് പകരക്കാർ വരുമെന്ന് ഉറപ്പാണ്. തമിഴ്നാട്ടിലെ നേതാവ് K. വാസുകി അവർ പൊളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഹേമലത ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാവാണ്. അവരും
പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. മറിയം ധാവടി ഉൾപ്പെടെ പേരുകൾ പരിഗണനയിലുണ്ട്. ബിജു കൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പാർട്ടി സെന്ററായി അവിടെ കേന്ദ്ര കമ്മിറ്റി സെന്ററായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി കൂടിയായ കർഷക നേതാവാണ് ബിജു കൃഷ്ണൻ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ശ്രീപദ് ഭട്ടാചാര്യയാണ് ബംഗാളിൽ നിന്ന് PBയിലേക്ക് സൂര്യകാന്ത് മിശ്രയ്ക്ക് പകരം വരാൻ പോകുന്നത്. ജിതേന്ദ്ര ചൌധരി ത്രിപുരയിൽ നിന്ന് മണിക് സർക്കാരിന് പകരക്കാരനായി, മണിക് സർക്കാരും 75 വയസ്സ് പിന്നിട്ടയാളാണ്, PBയിലേക്ക് എത്തിയേക്കും. അമ്രാറാം രാജസ്ഥാനിൽ നിന്നുള്ള നേതാവ് അമ്രാറാം PBയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരാണ്. അരുൺകുമാർ CC യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന്റെ പേര് പരിഗണനയിലുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി PBയിലേക്ക് വന്നേക്കാമെന്ന ചർച്ചകളും സജീവമാണ്. കേരളത്തിൽ നിലവിൽ PBയിലേക്ക് ഒഴിവില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിലേക്ക് നേരത്തെ MV ഗോവിന്ദൻ PBയിലുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരാളെ കൂടി പ്രകാശ് കാരാട്ട് ഒഴിയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു കണക്കിലെങ്കിലും കേരളത്തിൽ ഒരാൾ കൂടി PBയിലേക്ക് എത്താമെന്ന ചർച്ചകളുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് സാധ്യത EP ജയരാജനാണ്. അങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ ഏറ്റവും അധികം സാധ്യതയുള്ള നേതാവ്. കേന്ദ്ര കമ്മിറ്റിയിലും വലിയ മാറ്റങ്ങളുണ്ടാകും. കേരളത്തിൽ നിന്ന് ഒഴിവുള്ളത് മൂന്ന് ഒഴിവാണ് കേരളത്തിലുള്ളത്. അത് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവ്, PK ശ്രീമതി ഒഴിവായ ഒരു ഒഴിവ് അവിടെ സ്വാഭാവികമായും വരും. മറ്റൊന്ന് AK ബാലന്റെ ഒഴിവാണ്. അങ്ങനെയെങ്കിൽ പല പേരുകൾ കേരളത്തിൽ പറഞ്ഞു കിടക്കുന്നു. PK ബിജു കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് എത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ്. PK സൈനബ, മുഹമ്മദ് റിയാസ്, MB രാജേഷ്, പുത്തലത്ത് ദിനേശൻ, അതുപോലെ ഇടതുമുന്നണി കഴിവ് TP രാമകൃഷ്ണൻ ഏറെക്കുറെ കേന്ദ്ര കമ്മിറ്റി ഉറപ്പിക്കുന്നു നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ പല പേരുകളുണ്ട്. മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് പരിഗണനയിലുണ്ട്. കേരളത്തിൽ 3 ഒഴിവാണ് ഉള്ളെങ്കിൽ ഒരുപക്ഷെ അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ. അങ്ങനെ ഏതായാലും കേരളത്തിന്റെ പ്രാതിനിധ്യം കൂടാൻ തന്നെയാണ് സാധ്യത. MA ബേബി ജനറൽ സെക്രട്ടറി ആവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അത് കാര്യമായ അട്ടിമറിയോ അല്ലെങ്കിൽ മത്സരമോ ഒക്കെ ഉണ്ടായില്ലെങ്കിൽ MA ബേബി തന്നെ CPMന്റെ ജനറൽ സെക്രട്ടറി ആകും. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ശ്രീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MA ബേബി വരുമ്പോൾ CPMന്റെ തലപ്പത്തേക്ക് MA ബേബി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുകൂടി പറയേണ്ടി വരും. CPMന്റെ ഒരു ദാർശനിക മുഖമായിട്ടാണ് എപ്പോഴും ബേബിയെ എല്ലാവരും കണക്കാക്കാറുള്ളത്. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കാരാട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി എത്തുന്നത് ബേബി ആകുമ്പോൾ എന്തൊക്കെയായിരിക്കും പാർട്ടിയുടെ ദാർശനിക മുഖം എന്ന നിലയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ശ്രീജ, CPMന്റെ ദാർശനിക മുഖമാണ് MA ബേബി. അതിനപ്പുറത്തേക്ക് പ്രായോഗികവാദിയായ ഒരു നേതാവ് കൂടിയാണ്. മാറ്റങ്ങളെ എപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു നേതാവ്. അത്തരത്തിൽ കൂടി MA ബേബിയുടെ ഇടപെടലുകളെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനാകും. കാരണം അദ്ദേഹം ദേശീയതലത്തിൽ ബംഗാൾ ഘടകമൊക്കെ അദ്ദേഹം എതിർക്കുന്നത് ദേശീയതലത്തിൽ നോൺ ഫേസ് വേണമെന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി നിന്നയാളാണ് MA ബേബി. CPMന്റെ അന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു MA ബേബി. 32-ാം വയസ്സിൽ രാജ്യസഭയിലെത്തിയ നേതാവ്. അത്ര ചെറിയ പ്രായത്തിൽ CPM രാജ്യസഭയിലേക്ക് അയച്ച അപൂർവ നേതാക്കളിൽ ഒരാളാണ്. ഒരുപക്ഷെ കേരളത്തിൽ പോലും ആ പ്രായത്തിൽ രാജ്യസഭയിലേക്ക് നേതാക്കൾ എത്തുന്നത് വളരെ വിരളമാണ്. 88-ൽ അദ്ദേഹം CPM 86-ൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് CPM നോമിനിയായി എത്തിയാളാണ്. 2 തവണ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. EMS ബസവ പുന്നയ്യ, അതുപോലെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങിയ CPMന്റെ എക്കാലത്തെയും തലപ്പൊക്കമുള്ള നേതാക്കൾക്കൊപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പരിചയം കൂടിയുള്ള നേതാവാണ്. ഒരു കാലത്ത് ഡൽഹിയിലെ CPMന്റെ സാംസ്കാരിക മുഖമായ നേതാവാണ്. സുരലയ ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്ഥാപക നേതാവായി കൂടി പ്രവർത്തിച്ച ആളാണ്. ഡൽഹിയിലെ സാംസ്കാരിക ഇടത് കേന്ദ്രങ്ങളിൽ വലിയ സ്വീകാര്യത നേതാവാണ്. ഒരുപക്ഷെ രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നേരിട്ട് വ്യക്തിബന്ധമുള്ള നേതാവാണ്. അത്തരത്തിൽ ഈ ഫിദൽ കാസ്ട്രോ ഉൾപ്പെടെ നേതാക്കളുമായൊക്കെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയ നേതാവാണ്. അങ്ങനെ രാജ്യത്തിന് പുറത്തും നിരവധി വ്യക്തിബന്ധങ്ങളുള്ള നേതാവ്, രാജ്യത്തിന് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി അടുത്ത ബന്ധം പുലർത്തിയ നേതാവ്. അങ്ങനെയൊക്കെ ബേബിക്ക് വിശേഷണങ്ങൾ അനവധിയാണ്. 98-ൽ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വന്നത് മുതലാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുന്നത്. വളരെ നേരത്തെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ നേതാവാണ്. പിണറായി വിജയനും CPMന്റെ സമ്പന്ന നേതാക്കളുടെ പിണറായി വിജയനേക്കാൾ ഒരു പതിറ്റാണ്ട് മുമ്പെങ്കിലും അദ്ദേഹം CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയെന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം 2009-ൽ
കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്താനായില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് PB-യിലെത്തിയത്. പിന്നീട് കോഴിക്കോട് അദ്ദേഹം 2012 CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലെത്തുന്നു. അതായത് പിണറായി വിജയന് മുമ്പ് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ നേതാവ് വളരെ വൈകിയാണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനലബ്ധി ഉണ്ടായാൽ അത് തീർത്തും അദ്ദേഹത്തിന് യോഗ്യമായ ഒരു സ്ഥാനലബ്ധി എന്ന് പറയേണ്ടി വരും. കാരണം അത്രയധികം അംഗീകാരമാണ് MA ബേബിയെ തേടി ഇപ്പോൾ എത്തുന്നത്. CPM-നെ നയിക്കാൻ കേരളത്തിന്റെ സ്വന്തം ബേബി സഖാവ്, അങ്ങനെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. EMS-ന് ശേഷം മലയാളിയായി, പൂർണ്ണ മലയാളി, നേരത്തെ പ്രകാശ് കാരാട്ടും മലയാളിയാണെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ അക്കൗണ്ടിലല്ല ജനറൽ സെക്രട്ടറി ആയത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ അക്കൗണ്ടിൽ ജനറൽ സെക്രട്ടറി ആകുന്ന ഒരു പൂർണ്ണ മലയാളി എന്ന നിലയ്ക്ക് കൂടി ബേബിയുടെ പേര് CPM-ന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക.